ഇറങ്ങണില്ലേ? ഒന്നിറങ്ങ്. ആനപ്പുറത്ത് കയറി ഇരിക്കണം. ഒരു നിമിഷം ഞാൻ കടയിൽ നിന്ന് മാറിയെന്ന് മനഃപൂർവ്വ. എന്റെ കണ്ണ് തെറ്റിയ അച്ഛൻ തോന്നിവാസിയായി പോവെന്നറിയാൻ. ആരുടെയോ കാരണവന്മാര് ചെയ്ത പുണ്യം കൊണ്ടാ രണ്ടുപേരുടെയും പുറകെ പാർക്ക് വരെ വരാൻ തോന്നിയത്. അവിടെ കിടക്ക. ആത്മാർത്ഥ കൂട്ടുകാരൻ അൺഡ്രോയർ വിട്ട് ലോക്കപ്പിൽ നിന്ന് ഇങ്ങനെ ഏത്തുടനെ കണ്ടിട്ടാണല്ലോ വരുന്നത്. ഇനി അവിടെ പോയി നിൽക്കണോ? ഒന്ന് തെറ്റിയ കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടില്ല. ആടാ, അത് പറഞ്ഞപ്പോഴാ ഓർത്ത വൈകുന്നേരത്തേക്ക് കോഴിയില്ല. ഇനി എന്തിനാ വേറെ കോഴി കൂട്ടി കിടക്കല്ലേ? വൈകിട്ട് വന്നിട്ട് പൊരിച്ചു തിന്നോളാം. അവിടെ കിടക്കാൻ. എന്നാണ് ഈ ഒരു കാര്യം മനസ്സിലായിക്കോ. വൈകുന്നേരം വരുമ്പോ എന്റെ പൊടി പോലും കാണത്തില്ല. ഞാൻ ബാക്ക് ഡോർ വഴി ഇറങ്ങി പോടാ കഴുതേ. ഹലോ, പവിയുണ്ടോ? ഇല്ലല്ലോ. ആരാണ്? മറന്നൂല്ലേ, ഇത് റോസ, പവിയുടെ ക്ലാസ്മേറ്റ്. ആശാൻ പള്ളിക്കൂടത്തിൽ പോലും ഇങ്ങനൊരു പെൺകുട്ടി കൂടെ പഠിച്ചിട്ടില്ല എന്ന് അവൻ പറഞ്ഞല്ലോ. അച്ഛന് പവിയെ വിശ്വാസം അല്ലേ? ഞാനും ഇങ്ങനെ ഒരിക്കൽ വിശ്വസിച്ചു പോയതാ കുഴപ്പമായത്. അതുകൊണ്ടാ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പിരിയുമ്പോ കയ്യിൽ മോതിരം ഇടാൻ സമ്മതിച്ചത്. എന്നിട്ടിപ്പോ പറയാ ആ മോതിരം പവിയുടേതല്ല, പവിക്ക് എന്നെ അറിയത്തേ ഇല്ല എന്നൊക്കെ. കൊച്ചേ, ഇത്ര നേരം ഞാൻ മിണ്ടാണ്ട് കേട്ടോണ്ടിരുന്നത് താനൊരു പെൺകുട്ടിയാണല്ലോ എന്ന് വിചാരിച്ചാ. ഇനി എന്നെ മോനെ പറ്റി അപവാദം പറഞ്ഞോണ്ടല്ലോ. ഇപ്പോഴും അച്ഛന് മകനെയാ വിശ്വാസം അല്ലേ? ശരി, വിശ്വസിച്ചോളൂ. പക്ഷേ നാളെ ഒരു കൊറിയർ കിട്ടിയാൽ പൊട്ടിക്കാൻ മറക്കണ്ടാട്ടോ. കൊറിയറോ? അല്ല, ഞാൻ ഇന്നലെയും പവിയെ കണ്ട് എന്നെ കെട്ടണമെന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നേ. ഞാനതിന്റെ തെളിവുകൾ അങ്ങ് അയച്ചു തന്നേക്കാം. അപ്പൊ അച്ഛന് തന്നെ ബോധ്യാവൂല്ലോ മകന്റെ തനി നിറം. 1-2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഇതാരോടാ രണ്ടുപേരും കൂടി ഈ കുസൃതി? എനിക്ക് സപ്പോർട്ടിംഗ് റോളേ ഉള്ളൂ ടീച്ചർ. ദാ ഇവളാ സ്ക്രിപ്റ്റും ഡയലോഗും ഡയറക്ഷനും ഒക്കെ. എടി പാരേ. അഞ്ജു, ടീച്ചറിനെ ഈ നാടിനെയൊക്കെ വിട്ട് ഞാൻ അമേരിക്കയിലേക്ക് പറക്കാൻ കാരണക്കാരനാരാ? എന്തിനിപ്പ അയാളുടെ കാര്യം പറയണേ? ഞാൻ അയാളെ വീണ്ടും കണ്ടതുകൊണ്ട്. ഭാഗ്യത്തിന് കഥാനായകൻ എന്നെ കണ്ടില്ല. അപ്പൊ പിന്നെ അയാളെ ഒന്ന് വട്ടുകളിപ്പിക്കാതെ വിടാൻ പറ്റൂ ടീച്ചർ? അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ കുട്ടി. പിന്നെ എന്തിനാ ആ തെമ്മാടികളുമായി ചെന്ന് മുട്ടുന്നേ? മാത്രമല്ല, ഒരു വിധത്തിൽ പറഞ്ഞ അയാൾ കാരണം നിനക്ക് നല്ലതല്ലേ വന്നിട്ടുള്ളൂ. നീ സ്റ്റേറ്റ്സിൽ പോയി നിന്റെ മമ്മിയുടെയും ഡാഡിയുടെയും കൂടെ കഴിയാൻ പറ്റി. കുറെ കൂടി ബെറ്റർ എഡ്യൂക്കേഷൻ കിട്ടി. നീ വളരെ ബോൾഡായി. ഞാനും ഇതല്ലേ ഇവളോട് പറഞ്ഞു കൊടുത്തതാ ടീച്ചർ. പൊടി. ഞാനിതിനെല്ലാം അയാളോട് താങ്ക്ഫുൾ ആകേണ്ടതാ. സ്റ്റിൽ അയാളെ എനിക്കൊന്ന് ഭ്രാന്ത് പിടിപ്പിക്കണം ടീച്ചർ. ഇല്ലെങ്കിൽ ഞാനാകെ തോറ്റുപോയതുപോലെ തോന്നും. അഞ്ജു, അരുതെന്ന് പറയല്ലേ ടീച്ചർ, പ്ലീസ്. ടീച്ചർ അരുതെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അറിയാലോ. ഒരേ ഒരു ഫോൺ ബോംബ് കൂടി പ്ലാൻ ചെയ്തിട്ട് ഞാൻ നിർത്തിയേക്കാം, പ്ലീസ് ഡാ. നീ എന്താ വിചാരിച്ചേ? ആളെ വിളിച്ചു വരുത്തിട്ട് തൊട്ടിത്തരം കാണിക്കുന്നു. അയ്യോ പവി, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ ഇന്നലെ പാർക്കിൽ വന്നപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? പവി ഒരു പെണ്ണുമായി കൊഞ്ചി കുഴിഞ്ഞു നിൽക്കുന്നു. എടി, കൊഞ്ചിക്കൊഴിഞ്ഞു ഞാനോ? എന്റെ തെളിവുണ്ട് പവി. പാർക്കിൽ ആ പെണ്ണുമായി കൊഞ്ചി കുഴിഞ്ഞതിന്റെ തെളിവുകൾ കൊറിയറിലാക്കി ഞാൻ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. വേഗം ചെന്ന് കൈപ്പറ്റിക്കോ, ഇല്ലെങ്കിൽ ചിലപ്പോ അച്ഛന്റെ കിട്ടും. ആകെ പ്രശ്നമാവും. ഈ വാലുമ്മേ തീ പിടിച്ച വാനരന്റെ കേട്ടിട്ടുണ്ടോ? എന്താ അത്? ഇപ്പൊ കാണാം, ദേ നോക്കിക്കോ. സമ്മതിച്ചു നിന്നെ. അച്ഛാ, നീ എപ്പോ വന്നു? എനിക്കൊരു കൊറിയർ വന്നോ? ആര് പറഞ്ഞു? അവള് വിളിച്ചു പറഞ്ഞു, ആ റോസ്. നീ എന്തിനാ ഇന്നലെ പാർക്കിൽ പോയത്?
അച്ഛനും നാരായണേട്ടനും വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന് നോക്കാൻ അല്ലേ? ആ നീ ഇന്നലെ ഇട്ടിരുന്ന ഷർട്ടിന്റെ നിറം എന്താ? ബ്ലൂ. യെല്ലോ. വെറും യെല്ലോ അല്ല, ലൈറ്റ് യെല്ലോ. അച്ഛൻ എന്നെ വട്ടുപിടിപ്പിക്കേണ്ട കാര്യം പറ. ആ കൊറിയർ എവിടെ? നിനക്ക് ആ റോസിനെ അറിയില്ല? ഇല്ല. നീ അവൾക്ക് വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ല? ഇല്ലെന്ന്. മോതിരം കൈമാറിയിട്ടില്ല? എടാ, നുണ പറഞ്ഞാൽ നുണയാണെന്ന് എനിക്ക് മനസ്സിലാകണം. അത്തരം നുണകളല്ലേ ഞാൻ നിന്നോട് പറയാറുള്ളൂ. അച്ഛ പ്ലീസ്, എന്റെ തല പെരുക്ക്. അയ്യോ, ഇവള് അവള് ഭർത്താവ് അപ്പ എപ്പ ഫോട്ടോ. എന്താ എന്തു പറയുന്നു? അച്ഛാ ഇത് ഞാൻ. ആ ഫോട്ടോയിൽ കാണുന്നത് നീയല്ല എന്ന്. ആരാ? അഥവാ ആണെങ്കിൽ തന്നെ നിന്റെയും അവളുടെയും ഫോട്ടോ വെട്ടി ഒട്ടിച്ചതാണ്. ഹോ, അച്ഛൻ താന്തോന്നിയാണ്, അനുസരണയില്ലാത്തവനാണ്, ചീത്ത കൂട്ടുകൂടി പൊല്ലാപ്പൊണ്ടാക്കുന്നവനാണ്. എന്തായിരുന്നു ഇവിടെ കിടന്ന താണ്ഡവം? ആരാടാ ഇത്? നിനക്കെന്താ ഇവളുമായിട്ട് ബന്ധം? എടുക്കെടുക്ക്. അവളെ ഞാനിന്ന് ചുണയുണ്ടെങ്കിൽ നേരിട്ട് വാടി പുല്ലേ. നിന്നക്ക് എന്താ ചെയ്യേണ്ടെന്നറിയോ? നല്ല മുള്ളുമുരുക്കിന്റെ പത്തലൊടിച്ച് 2 കാലും പിടിച്ച് പിടിക്കാതെ മോന്തക്കിട്ട് ഉരയ്ക്കാ വേണ്ടത്. എന്താണ് നിന്റെ ഉദ്ദേശം? ആരാണ് നിന്റെ പിന്നില്? സർ, ഇത് ഞാനാണ്, സോഫി. സോഫിയോ? ഏ സോഫി? ആ സോഫിയായിരുന്നോ? സോഫിയ, സോറി അച്ഛാ. എന്താടോ? സാറിനെ കാണാൻ ഇവിടെ ഒരാൾ വന്നിരിക്കുന്നു, ഒരു മിസ് റോസ്. ഞാൻ എന്താ പറഞ്ഞു? അവൾ അവിടെ ഉണ്ടെന്ന്. ഇന്ന് ഞാൻ തീർത്തു തരാ. ഫോട്ടോ അവിടെ. അച്ഛൻ നോക്കിക്കോ, അവളുടെ അമ്മൂമ്മയുടെ റോസ് ഒന്ന് ചെമ്പരത്തേക്ക് കൊടുക്കും ഞാൻ. എവിടെ റോസ്? ഈ റോസ് അല്ല, ക്ലാസ്മേറ്റ് റോസ്. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, സാറിന് തരാൻ പറഞ്ഞു. ഓ, അഡ്രസ്സും ഉണ്ടോ? അഡ്രസ് രണ്ടും ഒന്ന് തന്നെയാ. പ്ലീസ് കോണ്ടാക്ട് മീ വിത്തിൻ 1 hour. റോസ്. ചെയ്യാം, കോണ്ടാക്ട് ചെയ്യാം. ബാബുട്ടാ, നീ പുളിച്ച 3 തെറി പറഞ്ഞേ. ആരെ? എന്നോട് പറയടാ, ഒരു അത്യാവശ്യത്തിനാ. അയ്യ, ഇവിടെ വെച്ചോ? എന്റെ ചെവി പറയടോ. പുതിയതാ? കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? തെറിക്കൊക്കെ ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ? ആണല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ക്യാബിനിലേക്ക് വാ. കുറച്ച് പണിയുണ്ട്. ഇന്ന് ആർക്കെങ്കിലും ശരിക്ക് കിട്ടും. ഞാൻ നല്ല കല്ല് വെച്ച 3-4 തെറി ശരിക്ക് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. മിക്കവാറും അത് ബാബുക്കുട്ടനെ തന്നെയായിരിക്കും. ചിരിക്കണ്ട, അവൻ എന്നോട് അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ ഗുരുത്തുള്ളവനാ. ബാബുട്ടാ, നീ ഈ എഴുത്തുകൊണ്ട് കൊടുക്കണം. അഡ്രസ് കവറിലുണ്ട്. വൈകുന്നേരം പോയാ പോരെ? പോരാ, ഇപ്പൊ തന്നെ പോണം. അവളവിടെ 1 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. നീ ഒരു ഓട്ടോ പിടിച്ച് പോക്കോ. പിന്നെ മറുപടി തരാൻ പ്രത്യേകിച്ച് പറയണം. അത് വാങ്ങിച്ചോണ്ട് നീ വരാവൂ. അല്ലെ വരരുത് പ്ലീസ്. അത് വാങ്ങിച്ചിട്ടേ ബാബുട്ടം വരൂ. എന്നാ വിട്ടോ. വിട്ടു. ഇപ്പോഴൊരു സമാധാനായത്. റോസ് ഇൻ ദ ബാസ്കറ്റ്.